ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ വീണ്ടും രാവിലെ തന്നെ ഒരു സ്ഥലം വരെ പോവാണ് കേട്ടോ. ഞാനിന്ന് എൻ്റെ ചേച്ചീൻ്റെ വീട്ടിലാണ് കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഞാനൊരു കുളത്തിലൊക്കെ പോയതും കുട്ടികളിങ്ങനെ വെള്ളത്തിൽ ചാടുന്നതും അങ്ങനെയൊക്കെ. അപ്പോൾ ഇന്നിപ്പോൾ ഇതാ അവരെ വീട്ടിലാണ് നമ്മൾ സ്റ്റേ ചെയ്തത് കേട്ടോ. ചേച്ചീൻ്റെ വീടാണ്. അപ്പോൾ വീട്ടിലത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നിട്ടൊരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു തോട്ടിൽ നിന്നിട്ടുള്ള. അപ്പോൾ ആ തോടാണ് ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇതാ ഈ കാണുന്നതാണ് ആ തോട് കേട്ടോ. നീർപുത്തൂർ എന്ന് പറയുന്ന ഒരു അമ്പലമുണ്ട്. അതെന്താ വെച്ചാൽ അവിടുത്തെ പ്രതിഷ്ഠേൻ്റെ ചുറ്റും വെള്ളമാണ് ഉണ്ട്. അതിൻ്റെ കുറേ വീഡിയോസൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. നല്ല രസമാണ് ഇവിടെ. ഇതാണ് ഗൈസ് ആ ഒരു തോട് കേട്ടോ. നല്ല വെള്ളമുണ്ട്, കര കവിഞ്ഞൊഴുകുന്ന തോട്. ആൻഡ് അപ്പുറത്തൊക്കെ ഇങ്ങനെ ഒരു തോട്ടങ്ങളും ഒക്കെ. ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് പോയാലാണ് ആ അമ്പലം കേട്ടോ. ജസ്റ്റ് ഒന്ന് കുറച്ച് ഇറങ്ങിയേക്കാം. തോട്ടിക്ക് എന്തായാലും ഇറങ്ങുന്നില്ല, പക്ഷേ ഈ സൈഡ് വരെ ഒന്ന് പോയി നോക്കി നോക്കാം. അതിൻ്റെ വക്കത്ത് വരെ പോയേക്കാം. വക്കത്ത് അങ്ങനെ നമ്മൾ തോട്ടിൻ്റെ വക്കത്തെത്തി ഗൈസ്. നല്ല തണുപ്പുള്ള വെള്ളം കേട്ടോ. ഇന്നലെ രാത്രി മുതൽ ഇന്ന് രാവിലെ വരെ മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല വെള്ളം കൂടിയിട്ടുണ്ട്. തോടാണ് കേട്ടോ. തോടായിട്ട് പോലും ഇതിങ്ങനെ നല്ല ഒഴുക്കാണ് വെള്ളം. മയിൽ കരയുന്ന സൗണ്ട് ഒക്കെ ഉണ്ട്. ഇതെന്ത് മരമാണത്? അപ്പം ഇന്ന് കുട്ടികളൊന്നും ഇവിടെ ഇല്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ എല്ലാവരും സ്കൂളിലേക്ക് പോയിരിക്കുകയാണ്. ഒരാൾ എൻ്റെ കൂടെ വ്ളോഗ് എടുക്കാൻ വന്നിരിക്കുകയാണ്. ഇവിടെ നിന്ന് നല്ല രസമാണല്ലേ, ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്. ഇറങ്ങാൻ പറ്റില്ല, കാരണം നല്ല അത്യാവശ്യം തന്നെ മഴ ഉണ്ടാവും അല്ലേ. ഒരാളുടെ അത്രയൊന്നും ഹൈറ്റ് ഇല്ല കേട്ടോ. ഈ ഒരു പൂവിന് നിങ്ങൾ എന്ത് പറയും ഗൈസ്? ഇതാണ് ഞങ്ങളിവിടെ കൃഷ്ണകിരീടം എന്ന് പറയും. ഗൈസ്, അപ്പോൾ ഇവരിവിടുന്ന് റീൽസ് എടുക്കാനുള്ള പരിപാടിയാണ്. ഇവിടെ നല്ല അടിപൊളി വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. അങ്ങനെ നമ്മളിത് ആ തോട്ടിൻകരയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടുന്ന് ഇവരുടെ റീൽസ് കാണാം. ഇതിൽ മ്യൂസിക് ആഡ് ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ കോപ്പിറൈറ്റിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ടാണ്. അപ്പം നമ്മളിവിടെ അമ്പലത്തേക്ക് വന്നിട്ടുണ്ട്. നമ്മളിവിടുത്തെ അമ്പലത്തേക്ക് വന്നിട്ടാണ്. നമ്മൾ ചുമ്മാ വന്നതാണ്, റീൽസൊക്കെ ഒന്ന് എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് വന്നതാണ്. അങ്ങനെ നമ്മൾ തോടൊക്കെ കണ്ട് വീട്ടിലെത്തിയിട്ടോ. ഇവിടെ ഉണ്ണിയപ്പം ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ജമ്പ് സ്കൂള് വിട്ട് വന്നിരിക്കുകയാണ്. ചോക്ലേറ്റ് കഴിക്കുകയാണ്. ജമ്പ് ചോക്ലേറ്റ്. ഉണ്ണിയപ്പത്തിനെ കുറിച്ച് നമ്മുടെ എന്താണ് ഒരു 2 വാക്ക് പറയൂ. 2 വാക്ക്. മാവ് ഒഴിക്കാം. ഓക്കെ. നമ്മുടെ ഉണ്ണിയപ്പം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. ഓക്കെ, അതാ ഗൈസ്, ഞങ്ങൾ ഉണ്ണിയപ്പം എന്താ ആവാൻ വേണ്ടി വിളിക്കുകയാണ്. ഓൾറെഡി ഞങ്ങളുടെ ഒരു ഉണ്ണി ഇവിടെ ഉണ്ട് അല്ലേ. ബ്രൗൺ കളറായി വരും. മാവ് കുറച്ച് ഓവറായി എന്ന് പറയുന്നുണ്ട്. ഉണ്ണിയപ്പം അങ്ങനെ ഇത്രയായിട്ടുണ്ട് കേട്ടോ. കുറച്ച് കരിഞ്ഞെന്നുള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് ചോക്ലേറ്റ് വേണം? ചോക്ലേറ്റ് വേണം, ക്രിസ്പല് വേണം. യോ
മിഠായി ഞാൻ കൊണ്ടുപോയി. ഞാൻ അവളെ പോയി പിടിച്ചിട്ട് വരാം. ഞാനാണ് ഇപ്പൊ ഉണ്ണിയപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതൊന്ന് കാണിക്കുവോ? എങ്ങനെയുണ്ട് ഗൈസ്? ഉണ്ണിയപ്പം അല്ലാത്തതിന്റെ ഇടയിൽ കൂടെ വേറെ എന്തൊക്കെ അപ്പങ്ങൾ ഇതിന്റെ ഇടയിൽ ഉണ്ടാവുന്നുണ്ട്. മതി നിംസിനെന്തെങ്കിലും പറയാനുണ്ടോ? നിംസിനൊന്നും പറയാനില്ല എന്നാ പറഞ്ഞ്. അപ്പോൾ നമ്മള് നിഖിലമേമ പോയിട്ട് ഇപ്പോൾ ഇവിടെ സരിതമേമയാണ്. ഗൈസ്, അപ്പം ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.